ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട പുതിയ കുറച്ച് കൺസെപ്റ്റുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാഷണൽ ഇൻകം എന്താണെന്നും അത് എന്തിന് വേണ്ടിയാണ് കണ്ടെത്തുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചതിൻ്റെ ഒബ്ജക്റ്റീവ്സൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട 4 കൺസെപ്റ്റുകളുണ്ട്. അത് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ്ലി ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. സെക്കൻഡ് വൺ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ആൻഡ് തേർഡ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. ദെൻ ലാസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം. ഈ 4 കൺസെപ്റ്റുകളാണ് നമുക്കൊന്ന് പഠിക്കാനുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ് ഇൻ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം കാണാനുള്ള ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റാണത്. ഇതെന്താണെന്ന് വെച്ചാൽ ദ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അതായത് മണി വാല്യൂ ഓരോ പ്രൊഡക്റ്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെയും മണി വാല്യൂ ആണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അത് കണക്കാക്കുന്നതാണ് GNP എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു ഷർട്ട് ഉണ്ടാക്കാൻ ത്രെഡ് വേണം, ബട്ടൺസ് വേണം, കൂടാതെ ക്ലോത്ത് ഒക്കെ വേണം. അപ്പോൾ ഈ ക്ലോത്ത് ഒരു പ്രൊഡക്റ്റായിട്ടോ അല്ലെങ്കിൽ ത്രെഡ് ഒരു പ്രൊഡക്റ്റായിട്ടോ ഒന്നും കണക്ക് കൂട്ടില്ല. ഇതിൻ്റെ ലാസ്റ്റ് ഫൈനലായിട്ട് കിട്ടുന്ന ഷർട്ട് എന്നൊരു പ്രൊഡക്റ്റിൻ്റെ ഇന്ന് എത്ര പണമൂല്യം വരും അല്ലെങ്കിൽ എത്ര പണം വരും എന്ന് നമ്മൾ കണക്കാക്കും. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലുള്ള മൊത്തം പ്രൊഡക്റ്റിൻ്റെ നാഷണൽ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും പണമൂല്യം കണക്കാക്കുക. ഇതിൽ നിന്നും ദേശീയ വരുമാനം എത്ര വരുമെന്ന് പ്രതീക്ഷിക്കുക. ഇതിനെയാണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. അടുത്ത കൺസെപ്റ്റാണ് GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഇത് GNPയിൽ നിന്ന് വളരെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ടോട്ടൽ മണി വാല്യൂ ഓഫ് ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി. അതായത് മറ്റേത് നമ്മൾ പറഞ്ഞു രാജ്യത്തൊരു വർഷം ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മൊത്തം പണമൂല്യമാണ് GNP എന്ന്. എന്നാൽ അത് GDPയിലേക്ക് വരുമ്പോൾ രാജ്യത്തിൻ്റെ അകത്ത്, അതായത് വിത്തിൻ ടെറിട്ടറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, രാജ്യത്തിൻ്റെ അകത്ത് ഒരു വർഷം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളുടെ വാല്യൂ ആണ്, അതാണ് GDP. അപ്പോൾ ഇത് കാരണം നമ്മുടെ ഉപ്പരൊക്കെ ഗൾഫിലായിരിക്കും. പ്രൊഡക്റ്റും മാത്രമല്ല സർവീസസും ഇതിൽ കൂട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗൾഫിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അവരുടെ ആ വർക്കിൻ്റെ സർവീസിൻ്റെ വരുമാനം ഒരിക്കലും ഇതിൽ കൂട്ടില്ല. കാരണം അവരൊക്കെ പുറത്ത് പോയി ജോലി ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പുറത്തൊരു കമ്പനി ഇട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഈ കമ്പനിയുടെ ഇൻകം അല്ലെങ്കിൽ കമ്പനിയുടെ വാല്യൂ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. കാരണം ഇത് GDP ആണ്, രാജ്യത്തിനകത്തുള്ള വളർച്ച മാത്രമാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മളത് GNPയിലാണ് ഉൾപ്പെടുത്തുക, GDPയിൽ. അപ്പോൾ രാജ്യത്തിനകത്തുള്ള ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും വാല്യൂ ആണ് കണക്കാക്കുന്നത്. ഇതൊക്കെ കണക്കാക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇയർ എത്രയാണ്? ഏപ്രിൽ 1 തൊട്ടിട്ട് 31 മാർച്ച് വരെ, ഏപ്രിൽ 1 തൊട്ടിട്ട് 31 മാർച്ച് വരെ, ഇത്രയും കാലത്തിലേക്കുള്ള ബഡ്ജറ്റുകളൊക്കെയാണ് തയ്യാറാക്കി വെക്കൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇയർ. പിന്നെ മൂന്നാമത്തെ കൺസെപ്റ്റാണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. അപ്പോൾ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ വർഷം ഒരു സ്കൂട്ടി വാങ്ങിച്ചിട്ട് 2 വർഷം നമ്മളത് ഉപയോഗിച്ചിട്ട് മറിച്ച് വിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊരിക്കലും വാങ്ങിയ അതേ വില തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അത് ഉപയോഗിച്ചതിന് കുറച്ച് ഡാമേജസ് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കിഴിച്ചിട്ട് ബാക്കി, അപ്പോൾ നമ്മൾ പറയും സെക്കൻഡ് ഹാൻഡിന് റേറ്റ് കുറയുമെന്ന് പറയും.
ഇങ്ങനെ ഈ ഡാമേജിൻ്റെ ഒക്കെ കാരണത്താൽ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചത് കൊണ്ടുള്ള ആ ഒരു അതിൻ്റെ മെഷീനറീസും ഇതൊക്കെ ഉപയോഗിച്ചതുകൊണ്ട് അതിന് ടിയർ ആൻഡ് വെയർ തേയ്മാനമൊക്കെ സംഭവിക്കും. അതിനുള്ള ചാർജാണ് ഡിപ്രിസിയേഷൻ ചാർജ്. അപ്പോൾ ഈ മൊത്തം എമൗണ്ടിൽ നിന്ന് ഈ ഡിപ്രിസിയേഷൻ ചാർജ് കുറച്ചതാണ് NNP. അതായത് തേയ്മാന ചെലവ് കുറയ്ക്കുക. മൊത്തം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അതിൻ്റെ മൊത്തം നമ്മൾ ആദ്യം ഫസ്റ്റ് കൺസെപ്റ്റ് പഠിച്ചല്ലോ GNP, ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ആണ്. ഇതിൽ നിന്ന് നമ്മൾ 2 വർഷം ഉപയോഗിച്ചതിനുള്ള ആ ഒരു ചെലവ് ഡിപ്രീഷിയേഷൻ ചാർജ് കുറച്ചാൽ കിട്ടുന്നതാണ് NNP. NNP ഈസ് ഡിഡക്റ്റ് ഡിപ്രീഷിയേഷൻ ചാർജ് ഫ്രം ദ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് വി ഗെറ്റ് ദ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. അപ്പോൾ അതാണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. ആൻഡ് ലാസ്റ്റ് വൺ പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, നമ്മുടെ രാജ്യത്തുള്ള ഓരോ ആളുകളുടെയും വരുമാനം അത് കണക്കാക്കുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെ കാണുക? മൊത്തം ഒരു ഇയറിലെ നാഷണൽ ഇൻകം കണക്ക് കൂട്ടിയിട്ട് അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷന്. അപ്പോൾ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം. ഈ പെർ ക്യാപിറ്റ ഇൻകം കൂടിയാൽ ആ രാജ്യത്ത് നല്ല വളർച്ചയാണെന്ന് പറയും. പെർ ക്യാപിറ്റ ഇൻകം കുറഞ്ഞാൽ ആ രാജ്യത്ത് തകർച്ചയാണെന്ന് പറയാം. പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ എടുത്ത് നോക്കുമ്പോൾ പെർ ക്യാപിറ്റ അത്യാവശ്യം ഉണ്ടായിരിക്കും. കാരണം എന്താ, നമ്മുടെ നാട്ടിലാണ് ഏറ്റവും വലിയ കോടീശ്വരന്മാർ ഒരുപാടുണ്ട്. ഇപ്പോൾ അംബാനി ആയാലും അംബാനി ഗ്രൂപ്പ് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവരൊക്കെ ഉണ്ട്. എന്നാൽ വീട് ഒന്നുമില്ല, ഭക്ഷണം ഒന്നുമില്ലാതെ യാതൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത തെരുവിൽ താമസിക്കുന്നവരുണ്ട്. പക്ഷേ ഈ നമ്മുടെ വരുമാനം കൂട്ടുന്ന സമയത്ത് മൊത്തം നാഷണൽ ഇൻകം കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ എല്ലാ ആൾക്കാരെയും കൂട്ടും. അങ്ങനെ മൊത്തം ജനസംഖ്യ കൂട്ടും. അപ്പോൾ ഓരോരുത്തർക്കും റിയൽ വരുമാനമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒന്നുമില്ലാത്ത ഒരാൾക്ക് എത്ര വരുമാനം ഉണ്ടാവും? കോടീശ്വരന്മാർക്ക് വളരെ കുറഞ്ഞ വരുമാനമായിട്ട് കാണിക്കും. പക്ഷേ ഇത് നമ്മുടെ നാഷണൽ ഇൻകം കാണാനുള്ളൊരു വഴിയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു കാൽക്കുലേറ്റ് ദ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഏത് മേഖലയിലും പ്രൊഡക്ഷൻ കൂടുന്നത് എക്കണോമിക് പ്രോസ്പെരിറ്റിക്ക് അത്യാവശ്യമാണ്. കൂടുതൽ ഉൽപ്പാദനം നടക്കുമ്പോഴാണല്ലോ കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അതായത് ആ ചിലവുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൂടുമ്പോൾ പ്രൊഡക്ഷനും കൂടും. പ്രൊഡക്ഷൻ കൂടുമ്പോൾ എല്ലാവരും വാങ്ങിക്കും, കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ രാജ്യത്തിൻ്റെ ഇൻകം കൂടും. അങ്ങനെ ഇതൊരു സർക്കിളാണ്. ചിലവ് കൂടുമ്പോൾ പ്രൊഡക്ഷൻ കൂടുന്നു, പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഇൻകം കൂടുന്നു, ഇൻകം കൂടുമ്പോൾ വീണ്ടും എല്ലാവരും കൂടുതൽ കാര്യങ്ങൾ ഉപയോഗിക്കാനും നല്ല ജീവിക്കാനും ശ്രമിക്കും. അപ്പോൾ അവർക്ക് ചിലവ് കൂടും, ചിലവ് കൂടുമ്പോൾ പ്രൊഡക്ഷൻ കൂടും. അതൊരു റൊട്ടേഷൻ, ഒരു സർക്കുലർ മോഷനിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം കണക്കാക്കുന്ന 3 മെത്തേഡുകളാണ് പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, GNP എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് മൊത്തം പ്രൊഡക്റ്റിൻ്റെ മണി വാല്യൂ കണക്കാക്കുക. എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും മണി വാല്യൂ കണക്കാക്കുക. അത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഏത് സെക്ടറിൽ ഉണ്ടായതാണെങ്കിലും അതിൻ്റെ മണി വാല്യൂ കണക്കാക്കുക. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ അസസിങ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് ഓഫ് ദ സെക്ടർ ടുവേർഡ്സ് ദ നാഷണൽ ഇൻകം. അപ്പോൾ ഓരോ സെക്ടറിനും എത്രയാണ് നമ്മുടെ ദേശീയ വരുമാനത്തിലേക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ രാജ്യത്തുള്ള മൊത്തം പ്രൊഡക്റ്റിൻ്റെ മണി വാല്യൂ കണക്കാക്കുന്നതിൽ കൂടെ നമുക്ക് നാഷണൽ ഇൻകം എത്ര കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് ഒരു മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡാണ് ഇൻകം മെത്തേഡ്. ഇൻകം മെത്തേഡ് എത്രയെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്ഷന് നടക്കാൻ വേണ്ടിയിട്ട് 4 ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ മുമ്പ് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഈ ലാൻഡിൻ്റെ റെൻറ്റ്, ലേബറിന് വേജസ്, പിന്നെ ഓർഗനൈസേഷന് പ്രോഫിറ്റ്,
അതിന് മുന്നേ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടും, അതാണ് അതിൻ്റെ റിവാർഡ്സ് എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം കണക്കാക്കിയിട്ട് വിലയിരുത്തുക, അതാണ് ഇൻകം മെത്തേഡ്. അതായത് ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻകം, എല്ലാത്തിൽ നിന്നും കിട്ടുന്ന ഇൻകം കണക്കാക്കിയിട്ടുള്ള മെത്തേഡാണ് ഇൻകം മെത്തേഡ്. അത് പിന്നെ മൂന്നാമതൊന്നാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ സ്വാഭാവികമായിട്ട് 3 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ 3 ടൈപ്പ് എക്സ്പെൻഡിച്ചറാണ് നമുക്കുള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽസിൻ്റെത്, വ്യക്തിപരമായ ചിലവുകൾ. മറ്റൊന്ന് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ്റിൻ്റെ ചിലവുകൾ നമ്മളെല്ലാവരും കൂടിയാണ്. പിന്നെ മറ്റൊന്ന് ഫേംസ് അല്ലെങ്കിൽ കൺസംഷൻ്റെ ചിലവുകൾ. ഫേംസ് എന്നാൽ മൊത്തം സ്ഥാപനങ്ങൾ, ഇതിൻ്റെയൊക്കെ കൺസംഷൻ്റെ ചിലവ്. അപ്പോൾ ഈ 3 ചിലവുകൾ കൂടി കൂട്ടുക, ഇൻഡിവിജ്വലിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും സ്ഥാപനങ്ങളുടെയൊക്കെ ചിലവുകൾ കൂട്ടിയിട്ട് ഇത്രയ്ക്ക് ചിലവ് വരുന്നുള്ളത് കണക്കാക്കുക. അപ്പോൾ അതിനുള്ള വരുമാനം കണ്ടെത്തുക. ഇതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എനി മെത്തേഡ്, അത് ഏത് മെത്തേഡ് കൂടെ നോക്കിയാലും സെയിം സംഖ്യ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം നമ്പറായിരിക്കും നമുക്കെല്ലാവർക്കും ഇവർക്ക് കാണാൻ കഴിയുക. ഗവൺമെൻറ്റിന് എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം യൂസിങ് എനി ഓഫ് ദ എബവ് 3 മെത്തേഡ്സ് വിൽ ഗീവ് ദ സെയിം റിസൾട്ട്. ഒരേ റിസൾട്ടായിരിക്കും ഈ 3 മെത്തേഡിലൂടെ നോക്കിയാലും കിട്ടാൻ പോകുന്നത്. ഇനി നമുക്ക് നോക്കാം ഡിഫിക്കൽട്ടീസ് ഇൻ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. അതായത് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴുള്ള ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് കണക്കാക്കുന്ന സെൻട്രൽ ഏജൻസിയുടെ പേരാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ വർക്കാണ് നമ്മുടെ മൊത്തം നാഷണൽ ഇൻകമൊക്കെ കണക്കാക്കുന്നത്. അത് രാഷ്ട്രത്തിൻ്റെ എക്കണോമിക് പാർട്ടുമായി ബന്ധപ്പെട്ടതാണ്. ഈ CSO, അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ഇതൊക്കെ കണ്ടെത്തിയിട്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു വർഷത്തിലേക്കുള്ള വരവ് ചെലവുകളൊക്കെ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് പ്ലാനിങ്സ്, വികസന പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുക. ദ എസ്റ്റിമേഷൻ ഈസ് ഡൺ മെയിൻലി ഫോർ ദ പർപ്പസ് ഓഫ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഗവൺമെൻറ്. അതൊക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആദ്യം നാഷണൽ ഇൻകം എത്രയെന്ന് കണക്കാക്കണം. അപ്പോൾ ഈ നാഷണൽ ഇൻകം കണക്കാക്കുമ്പോൾ ചില പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് ദ റിലയബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ക്രിയേറ്റ് ഡിഫിക്കൽറ്റി ഇൻ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം. അതായത് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് റിലയബിളായ ഡാറ്റ, അതായത് കൃത്യമായ ഡാറ്റ നമുക്ക് കിട്ടാതാവും. അപ്പോൾ ചിലർ നമ്മളിപ്പോൾ ഇൻകം ടാക്സ് കൂടുതൽ കൊടുക്കേണ്ടി വരും വെച്ചിട്ട് അവരുടെ വരുമാനം കുറച്ച് കാണിക്കും. ഇത്ര വരുമാനമുള്ള, ഇപ്പോൾ കമ്പനിയുടെ വരുമാനമൊക്കെ കുറച്ച് കാണിക്കും. അപ്പോൾ ഈ സിനിമ നടന്മാർ എല്ലാവരുടെ ഏരിയയിലും അത് നന്നായി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് യഥാർത്ഥ കണക്ക് അവിടെ കിട്ടുന്നില്ല, ഇവർ ഈ കൊടുത്ത കണക്കല്ലേ കിട്ടുന്നുള്ളൂ, അത് വെച്ചിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അറിയാൻ കഴിയില്ല. പിന്നെ അടുത്തതാണ് കൂടുതൽ ചാൻസ് ഉണ്ടാവും ദ മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. കാരണം എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോൾ ശരിക്ക് പ്രൊഡക്റ്റിൻ്റെ ചാർജായിട്ട് കണക്കാക്കുന്നത് ഫൈനൽ പ്രൊഡക്റ്റ് മാത്രമായിരിക്കും. ഒരു ഷർട്ടാണെങ്കിൽ ഷർട്ട് മാത്രമാണ്, അതിൻ്റെ ക്ലോത്തിൻ്റെയും ബട്ടൺസിൻ്റെയും ഒന്നും കണക്കാക്കൂലെന്ന്. പക്ഷേ ഇൻ കേസ് ഇങ്ങനെ കണക്കാക്കി വരുമ്പോൾ പലപ്പോഴും ഓരോ പ്രൊഡക്റ്റിൻ്റെയും കണക്കാക്കേണ്ടി വരും. ഇപ്പോൾ ഈ കമ്പനി ബേസ്ഡൊക്കെ നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ അത് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസിൻ്റെതും നോക്കുക, ഫൈനൽ പ്രൊഡക്റ്റിൻ്റെതും നോക്കുമ്പോൾ 2 തവണ ഒരേ സാധനത്തിൻ്റെ മണി വാല്യൂ നോക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾക്ക് കിട്ടിയ ഈ മൊത്തം റിസൾട്ട് റിപ്പീറ്റ് ചെയ്യാനും അതിൽ പ്രശ്നം വരാനും സാധ്യതയുണ്ട്. പിന്നെ ഈ ഹൗസ് വൈഫ്സിൻ്റെ ജോബ്, അതായത് നമ്മൾ വീട്ടിലെ ജോലിക്ക് വരുമാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു ജോലിയായിട്ട് പരിഗണിക്കില്ല. ഇതും മാൻ പവർ യൂസ് ചെയ്യാണല്ലോ. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ മൊത്ത വരുമാനത്തിൽ അത് കൂട്ടാത്തതും മറ്റൊരു ഡിഫിക്കൽറ്റിയാണ്. The production of goods for the self-consumption is not included in the estimation of national income. അതായത് നമ്മുടെ വീട്ടിൽ നമ്മളെ ആവശ്യത്തിന് നമ്മൾ ഉണ്ടാക്കുമല്ലോ, ഇപ്പോൾ ഈ അടുക്കളത്തോട്ടങ്ങൾ ഉപയോഗത്തിന് ഉണ്ടാക്കുന്നതിൻ്റെ ഇതൊന്നും
ഈ നാഷണൽ ഇൻകത്തിൽ കൂട്ടൂല, അതൊക്കെ മൈനോറിറ്റി കളയും. പിന്നെ ഇഗ്നോറൻസ് ആൻഡ് ഇല്ലിറ്ററസി ഓഫ് ദ പീപ്പിൾ ക്രിയേറ്റ് പ്രോബ്ലംസ് ഇൻ കളക്ടിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത പീപ്പിളിൻ്റെ വിഭാഗത്തിൽ നിന്നും ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റകൾ കൃത്യമായിട്ട് കിട്ടാതെ വരും. ദ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഇൻ അസസിങ് ദ മണി വാല്യൂ ഓഫ് സർവീസസ് ഇംബെഡ് ദ കറക്റ്റ് എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം. കൃത്യമായ നാഷണൽ ഇൻകം കണക്കാക്കളി പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ. കൺസ്യൂമേഴ്സ് സെൽഡം മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻഅക്യൂർഡ് ബൈ ദം. അതായത് പിന്നെ നമ്മളാരും നമുക്ക് കൃത്യമായിട്ട് വരുന്ന എക്സ്പെൻഡിച്ചറൊന്നും നമ്മൾ എഴുതി വെക്കാറില്ല. നമ്മൾ നല്ല പൊതുവെ ആരും എഴുതി വെക്കൂല. അപ്പോൾ അങ്ങനത്തെ ഡാറ്റകളുടെ നഷ്ടം, ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഡിഫിക്കൽറ്റീസ് ഉണ്ട് നാഷണൽ ഇൻകം കണക്കാക്കുമ്പോൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റുകളാണ് നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട്. അതായത് GNP, GDP, NNP, പെർ ക്യാപിറ്റ ഇൻകം. ഇത് നാലും എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ല. പിന്നെ നമ്മൾ നാഷണൽ ഇൻകം എങ്ങനെയാണ് കണക്കാക്കുക എന്നുള്ളതാണ്. അത് 3 മെത്തേഡുകളാണ്. പ്രൊഡക്റ്റ് മെത്തേഡ് തന്നെ മൊത്തം പ്രൊഡക്റ്റുകളുടെ മണി വാല്യൂ കണക്കാക്കുക. ഇൻകം മെത്തേഡ് തന്നെ മൊത്തം വരുമാനം കണക്കാക്കുക എല്ലാത്തിൽ നിന്നുള്ള. എക്സ്പെൻഡിച്ചർ മെത്തേഡ് പറഞ്ഞാൽ എല്ലാ ചിലവുകളും കണക്കാക്കുക. ഗവൺമെൻറ്റിൻ്റെ ചിലവും പിന്നെ വ്യക്തികളുടെ ചിലവും സ്ഥാപനങ്ങളുടെ ചിലവൊക്കെ കണക്കാക്കിയിട്ട് അതിനെത്ര വരുന്നു കണക്കാക്കുക. അതിൽ 1-2 ടോപ്പിക്സും കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് മറ്റു ക്ലാസ്സുകളിലായിട്ട് ചെയ്യാം.